കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് കൈകോർത്തത് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവും എന്നാണ് വിമർശനം. വോട്ടിനു വേണ്ടി തീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് എന്നും വ്യക്തമാക്കുകയാണ്. മത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങള് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് ഈ ബന്ധത്തെ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഒരുപാട് പ്രാവശ്യങ്ങൾ മതവർഗീയതയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വശത്തും മറുവശത്ത് മത തീവ്രവാദ സംഘടനകളെ പോലുള്ള സംഘടനകളെ ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയമായിട്ട് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും തീവ്രവാദ ചിന്തകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഡിസോൺ ചെയ്യേണ്ടതാണ്. അതിനെ വെള്ളം കൂശാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇലക്ഷൻ വരുമ്പോൾ കാണുന്നത്. അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. കാരണം തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ തീവ്രവാദ ബന്ധങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ ഡിസോൺ ചെയ്യുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തിരുത്താൻ മുമ്പോട്ട് വരികയാണ് വേണ്ടത്. അതാണ് ഇത് ജനാധിപത്യ സംവിധാനത്തിന് പ്രത്യേകം നമ്മുടെ നാടിനും ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ടോം കുര്യാക്കോസും ആണ് ചേരുന്നത്. ആദ്യം അനുമോദ്, പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്താൻ ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ റിലീസ് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒരു കാലത്ത് മതേതരത്വത്തിൻ്റെ മുഖമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മത തീവ്രവാദ ശക്തികളെ അടക്കം കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റിലീസ്? ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ? അഭിലാഷ്, വെൽഫെയർ പാർട്ടിയുടെ സഖ്യധാരണ അതേപോലെ PDPയുമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സഖ്യധാരണ ഇത് രണ്ടിനെയും വലിയ തോതിൽ തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പാണ് കത്തോലിക്ക കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. അവർ ഈ ഒരു റിലീസിൽ കൃത്യമായിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ട എന്നും പറയുന്നില്ല. പക്ഷേ തീവ്രവാദത്തിന് എതിരെയാണ് ഈ നിലപാടെടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഈ തീവ്ര സ്വഭാവമുള്ള സഖ്യകക്ഷികളുമായിട്ട് സഖ്യം ചേരുന്നതിനെ കൂട്ടുകൂടുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു. ആ റിലീസിൽ പറയുന്നത് ഒരിക്കലും ആർക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ട എന്നുമല്ല, പക്ഷേ രാഷ്ട്രീയത്തിന് യോജിക്കുന്നതല്ല ഈ ഒരു സഖ്യങ്ങളെന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളെന്നും പറയുമ്പോൾ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള UDFൻ്റെ സഖ്യവും അതിനെതിരെ മുസ്ലിം മതസാമുദായിക സംഘടനകൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ വെൽഫെയർ UDF സഖ്യത്തിനും അതേപോലെ PDP LDF ആ കൂട്ടുകെട്ടിനും എതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നൊരു സാഹചര്യം. നിലമ്പൂരിൽ വലിയ സ്വാധീനമുണ്ട് ഈ ഒരു കത്തോലിക്ക കോൺഗ്രസിന് പല മേഖലകളിലും. ഏകദേശം ഒരു 10,000-ലധികം വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ ഒരു മേഖലയിൽ കെൽപ്പുള്ള ഒരു സംഘടന കൂടിയാണ് അല്ലെങ്കിൽ കൂട്ടായ്മ കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFനും UDFനുമെതിരെ അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണല്ലോ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇതിനിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതോ എന്നോ പറയുന്നില്ല. അത് ശരിയാണ് അനുമോദ്. പക്ഷേ ഇതിൽ നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, അത് പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത് UDFനെയും കോൺഗ്രസിനെയുമാണ് എന്ന് തന്നെയാണല്ലോ വ്യക്തമാക്കേണ്ടത്. കാരണം ഈ വോട്ടുകൾ എന്നത് പരമ്പരാഗതമായി UDFൻ്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകളാണല്ലോ. അവിടെ PDP ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് അധികമായി ലഭിക്കുന്ന വോട്ടുകൾ അല്ല. ഈ PDP ബന്ധത്തെ കൂടി കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ ഇടതുപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്നു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആത്യന്തികമായി പ്രതിഫലിക്കുക കോൺഗ്രസിൻ്റെ വോട്ട് പെട്ടിയിലായിരിക്കില്ലേ? തീർച്ചയായും ഇത് PDP ബന്ധവും വെൽഫെയർ ബന്ധവും ഒരേപോലെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തിരിച്ചടി വരിക UDFനാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇതുവരെ ആ മേഖലയിലെ ജനങ്ങൾ നിന്നിരുന്നത് UDFനൊപ്പമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UDFന് ഒപ്പം നിന്നിരുന്ന ആ ഒരു മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയുടെ ബന്ധം അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും UDFുമായിട്ടുള്ള സഖ്യ കാരണം ആ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സഹകരണത്തിൽ പിന്മാറുന്നു എന്നത്
വലിയ ഒരു സന്ദേശമാണ്. UDF-നെ സംബന്ധിച്ച് നിലവിൽ തന്നെ എത്രത്തോളം വോട്ടുകൾ ചോർന്നു പോകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൻ്റെ രണ്ട് കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം സാമുദായിക സംഘടനകളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തൽ, അതിനൊപ്പം PV അൻവറിൻ്റെ സാന്നിധ്യം. ഇത് രണ്ടിനും പുറമെയാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നു. LDF-നെ സംബന്ധിച്ച് അവിടെ കൂടുതൽ പ്രതീക്ഷയില്ലെങ്കിൽ പോലും അവരെയും ചേർത്ത് ഈ ഒരു വാർത്താക്കുറിപ്പിൽ അവരെയും ചേർത്ത് പറയുമ്പോൾ ഒരു പൊതു സാഹചര്യം എന്ന തരത്തിലാണ് കത്തോലിക്ക കോൺഗ്രസിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ നഷ്ടം ഉണ്ടാകുന്നത് UDF-നാണ്. അതിനൊപ്പം ചേർത്ത് പറയേണ്ടതാണ്, ഈ മേഖലയിൽ നിന്നുള്ള, അതായത് മലയോര മേഖലയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന NDA-യുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലെ മുഖ്യ വിഷയവും ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതേപോലെ ആ ഒരു മേഖലയിലെ തനിക്ക് സ്വാധീനമുണ്ടെന്ന അവകാശവാദവുമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യം ഒരുപക്ഷെ NDA-ക്ക് അനുകൂലമായി, NDA-ക്ക് കുറേ വോട്ടുകൾ മാറാനുള്ളൊരു സാഹചര്യം ഇതിലുണ്ടോ എന്ന ചോദ്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് നൽകുന്നത്. അതായത് UDF-ന് പരമ്പരാഗതമായി പോകുന്ന വോട്ടുകൾ UDF-ലേക്ക് എത്താതിരിക്കുന്ന സാഹചര്യം. അനുമോദ്, തീർച്ചയായും അതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഘടകം PV അൻവറാണ്. കാരണം PV അൻവറാണ് മലയോര മേഖലയിലെ അവരുടെ പ്രതിനിധിയായിട്ട് VS ജോയ് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും അൻവർ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഉന്നയിച്ച് പരസ്യ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അൻവറിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു പ്രചരണ മേഖലയും മലയോര മേഖലകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് അനുകൂലമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ UDF-ന്റെ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അൻവർ രംഗത്ത് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ തരത്തിലുള്ള, അതായത് മലയോര മേഖലയിലെ ജനതയുടെ പ്രതിനിധിയായിട്ട് VS ജോയ് വരണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. അത്തരത്തിൽ മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ താൻ അഡ്രസ്സ് ചെയ്യുന്നു, താനാണ് അത് ഏറ്റവും ആദ്യം ഈ ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്, തൻ്റെ സമ്മർദ്ദഫലമായിട്ടാണ് മറ്റു മുന്നണികൾ, പ്രത്യേകിച്ച് UDF അത് ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അൻവർ പ്രചരണം നടത്തുന്നത്. അൻവറിൻ്റെ മുഖ്യ പ്രധാന വിഷയങ്ങളൊന്നും അതാണ്. ആ ഒരു സാഹചര്യത്തിൽ അൻവറിന് അനുകൂലമായിട്ടൊരു നിലപാട്, അൻവറിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട് സഹായകമാകും എന്ന് വിലയിരുത്താൻ കഴിയും. എന്താണെങ്കിലും ഗുണഫലം ഉണ്ടാവുക അല്ലെങ്കിൽ ദോഷമുണ്ടാവുക UDF-നാണ് എന്ന് നമുക്ക് പറയുമ്പോഴും ഗുണഫലം ഉണ്ടാകാൻ സാധ്യതയുള്ളത് വെറും സാധ്യതയാണ്, വിലയിരുത്തലാണ്. ഒരുപക്ഷെ സാധ്യത ഉണ്ടാകുന്നത് അൻവറിനും NDA-ക്കും ആകും എന്ന് ഈ ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പ്രസ് റിലീസിലുള്ളത്. അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ചാക്കോ കളമ്പറമ്പിലാണ് നേരത്തെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി, അതായത് മത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത്. ഈ ബന്ധത്തെ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഒരുപാട് പ്രാവശ്യങ്ങൾ മതവർഗീയതയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വശത്തും, മറുവശത്ത് മത തീവ്രവാദ സംഘടനകളെ പോലുള്ള സംഘടനകളെ ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയമായിട്ട് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും തീവ്രവാദ ചിന്തകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഡിസോൺ ചെയ്യേണ്ടതാണ്. അതിനെ വെള്ളം പൂശാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇലക്ഷൻ വരുമ്പോൾ കാണുന്നത്. അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. കാരണം തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ തീവ്രവാദ ബന്ധങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ ഡിസോൺ ചെയ്യുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തിരുത്താൻ മുമ്പോട്ട് വരികയാണ് വേണ്ടത്. അതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന് നമ്മുടെ നാടിനും ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്.